ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ ഇന്നെന്തായാലും ഗൈസ് വന്നേക്കണമെന്ന് വെച്ചാൽ ഓക്കെ ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചേർത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് നല്ല എനേബിൾ ആവുന്നതാണ്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇതുവരെയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക. നമ്മളെന്തായാലും ഇന്നെന്തായാലും ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും വെക്കുന്ന എന്തായാലും ഉണ്ട്. ഒരു 100 ലൈക്കും കാര്യങ്ങളൊക്കെയാണ് കേസ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ നമുക്കാണെങ്കിൽ കുറച്ച് ലൈക്കുകളും കാര്യങ്ങളൊക്കെ അധികം വേണം കേസ്, അതുകൊണ്ടാണ്. ഓക്കെ അപ്പോൾ എല്ലാവരും എന്തായാലും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഏകദേശം ഒരു ഇന്നത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 100 ലൈക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ലൈക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ഇതിലൂടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ആക്കുക. സബ്സ്ക്രൈബാണ് കേസ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്തായാലും നിങ്ങൾ കാണാം, അതും നമുക്ക് വേണ്ട ഒരു ആവശ്യം തന്നെയാണ് ഗൈസ്. ഓക്കെ അപ്പോൾ ഇതിലൂടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂട്ടുകാരുടെ അടുത്തൊക്കെ എല്ലാവരും എന്തായാലും ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഷെയർ ചെയ്ത് എന്തായാലും കൊടുക്കുക. ഓക്കെ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് എന്നാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്തായാലും കാണാം. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും നമ്മുടെ ഒരു പുതിയൊരു കിടലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ് നമ്മുടെ ഇന്നലെയെന്ന് വെച്ചാൽ. ഓക്കെ നമ്മളെന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളെന്തായാലും 2 കിടിലൻ വീഡിയോസുകളൊക്കെ ഇട്ടിട്ട് എന്തായാലും ഉണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ അപ്പോൾ ഒന്നെന്ന് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നമ്മൾ നിസാൻ GTR വെച്ചൊരു ഫ്ലാഗ് ഉണ്ടാക്കണതും, പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ ലോക്കി ക്രാഫ്റ്റിൽ ഒരു ഫ്ലാഗ് ഉണ്ടാക്കണം. ഓക്കെ അങ്ങനെ ഫൈനലി മൂന്നാമത്തെ വീഡിയോ ഫൈനലി നമ്മളങ്ങനെ കൊണ്ടുവന്നേക്കാണ്. മൂന്നാമത്തെ വീഡിയോ ഇതാണ് ഗൈസ്. ഓക്കെ നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ജെറ്റ് ബസ് എന്നൊരു ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഒരു ബസ്സിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഇന്ത്യൻ ഫ്ലാഗിൽ ഇന്ത്യൻ എന്നൊക്കെ എഴുതിയ ഒരു അടിപൊളി ഒരു സ്റ്റിക്കറൊക്കെ അടിച്ചൊരു ലിവറി അടിച്ചൊരു ബസ്സാണ് നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ പേരെന്ന് വെച്ചാൽ ജെറ്റ് ബസ് എന്നാണ്. ഓക്കെ അപ്പോൾ ഈ ഒരു ലിവറിയും അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മളാണെങ്കിൽ ഈ ഒരു വൈറ്റ് കളറായിട്ടുള്ള ഒരു വൈറ്റ് കളർ വാൾപേപ്പർ പോലത്തെ ഒരു സംഭവം എടുത്തിട്ട് അതിൽ ഓറഞ്ചും പിന്നെ ഗ്രീനും വെച്ച് ഉണ്ടാക്കിയാണ്. എന്നിട്ട് അതിൽ നടുക്കിൽ നമ്മളെന്തായാലും കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് ഇന്ത്യ എന്നും കൂടെ എന്തായാലും എഴുതിയിട്ട് എന്തായാലും ഉണ്ട്. നമ്മളെല്ലാം സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിങ്ങുകളൊക്കെ ചെയ്യും. അതെല്ലാം കാണാനായിട്ട് നല്ല രസവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ അപ്പം ഇന്നലെ ആയിരുന്നു ഇൻഡിപെൻഡൻസ് ഡേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കെന്തായാലും ഈ ഒരു ഗെയിമിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും വണ്ടികളൊക്കെ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ട്രിപ്പല്ല, നമുക്ക് കുറേ പേരെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനുള്ളതാണ്. ഓക്കെ ട്രിപ്പോ കാര്യങ്ങളൊന്നും തന്നെയല്ല. ഓക്കെ നമ്മുടെ വണ്ടിയുടെ ലൈഫ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ നമ്മളെന്തായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയൊരു നല്ലൊരു വണ്ടിയായിട്ട് നമ്മൾ ഈ ഒരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മൾ വരണത്. ഓക്കെ നമ്മളത് ബസ്സായിട്ടൊക്കെ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ മറ്റേ വണ്ടികളൊക്കെ വെച്ചായിരുന്നു ചെയ്തത്. നമ്മൾ മറ്റേ കാറൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്തത്. ജസ്റ്റ് മിസ്. ലൈഫിനോ കാര്യങ്ങളോ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വണ്ടി എങ്ങനെയെങ്കിലും ഡാമേജ് ആക്കാതെ ഞാൻ നോക്കുമ്പോൾ വണ്ടി തന്നെ ഡാമേജ് ആവുകയാണ്. ഓക്കെ ഈ ഗെയിം കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് കേസ്. ഓക്കെ എന്നും പറഞ്ഞാൽ നല്ലൊരു കിടിലൻ ഗെയിമുകളൊക്കെയാണ് വെച്ചാൽ ഇതിലുള്ള എല്ലാ ബസ്സും പിന്നെ അതിൻ്റെ ക്ലാരിറ്റി എല്ലാം പൊളിയാണ്. ബെസ്റ്റ് പൊളിയാണെന്ന് പറഞ്ഞല്ല, അപ്പം തന്നെ വണ്ടി ഇടിച്ച് അതൊന്നും ഒരു കുഴപ്പമേ അല്ല. ഓക്കെ അവിടെ നിന്ന് കണ്ട പറന്നാണ് കേട്ടോ വണ്ടികൾ പറഞ്ഞത്. ഇതെന്താണ് ഇവിടെ ബ്ലോക്ക്? ഗ്രീൻ ലൈറ്റ് ആയിട്ട് പോലും കണ്ട ആൾക്കാർ പോണില്ല. കണ്ട അതാണ് ആൾക്കാരുടെ കുഴപ്പം. ഗ്രീൻ ലൈറ്റ് ആയാലും യെല്ലോ ലൈറ്റ് ആയാലും അവർ വണ്ടി നിർത്തും. ആ സമയത്താണെങ്കിൽ റെഡ് ലൈറ്റ് ആണെങ്കിൽ അവർ വണ്ടി നിർത്തില്ല, വണ്ടി അങ്ങ് പറത്തി അങ്ങ് വിടും. ഓക്കെ ഇതാണ് കുഴപ്പം. ഓക്കെ ഞാൻ പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പോകണമെന്ന് വെച്ചാൽ എവരെങ്കിലും വന്ന വണ്ടിയിൽ ഒന്ന് കയറി തരും. നമ്മളെപ്പോഴും വണ്ടിയിൽ ഓടിച്ചൊക്കെ പോകുമ്പോൾ നല്ല രീതിക്ക് ലൈഫ് കുറയാണ്. ഓക്കെ സത്യത്തിൽ ഞാൻ നേരെ വണ്ടി ഓടിക്കാത്തതല്ല, നമ്മുടെ ഈ ഗെയിമിലുള്ളവന്മാർ വണ്ടി ഓടിക്കാത്തതാണ്. ഓക്കെ ഇതെടുത്ത് മാറ്റടേ. എന്താണ് നമ്മളെടുത്ത റൂട്ട് ഭയങ്കര വളവൊക്കെ ഉള്ള
റൂട്ടാണ്. മാക്സിമം വളവില്ലാത്ത റൂട്ട് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. കിട്ടിയ റൂട്ട് ഇതാണ്. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡൊന്ന് ചെക്ക് ചെയ്യാനാണ്. ഈ ബസ് സൂപ്പർ ബസ്സാണ്, ജെറ്റ് ബസ് എന്നൊക്കെയാണ് എൻ്റെ പേര്. പിന്നെ ഒരു ലിവർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത്. ഞാൻ ഉണ്ടാക്കിയാണ്. ടയറൊക്കെ ഫുൾ ഓറഞ്ച് കളറാണ്. ഫ്രണ്ട് ടയർ മാത്രമാണ് കളർ വ്യത്യാസമുള്ളത്. ഓക്കെ, ഇങ്ങനത്തെ മോഡൊക്കെ ഇട്ട് ഓടിക്കാനായിട്ട് നല്ല രസം എന്തായാലും തന്നെ ഉണ്ട്. ഓക്കെ, നമുക്കപ്പം നമ്മുടെ മറ്റേ ഇൻറ്റീരിയർ മോഡിട്ട് ഓടിക്കാം. എൻ്റെ മോനെ വേറെ ലെവലായിട്ട് തന്നെ എന്തായാലും ഉണ്ട്. നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്. ഓക്കെ, മഴയത്ത് പ്രത്യേകിച്ച് വണ്ടി ഓടിയോ നല്ല രസമാണ്. ഓക്കെ, ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു വലിയ സ്പീഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നണം. കണ്ട ഇത്രയൊക്കെ പോകുന്നുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു ഗെയിമിലുള്ള ന്യൂ അപ്ഡേറ്റുകളൊക്കെ വന്നു. ഓക്കെ, ന്യൂ അപ്ഡേറ്റ് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു ഗെയിമിലുള്ള ബാക്കിയുള്ള നമ്മുടെ മറ്റേ നെക്സ്റ്റ് ആയിട്ടുള്ള വലിയ ലോങ് ഏരിയയുടെ ആ ഒരു ലോഡിങ്ങിൻ്റെ ആ ഒരു പിക്ചർ പോലത്തെ ആ ഒരു സംഭവമൊക്കെ അവരെന്തായാലും ചേഞ്ച് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഈ ഒരു ഗെയിം സത്യത്തിൽ ഇപ്പോൾ നല്ലൊരു സൂപ്പറായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ന്യൂ അപ്ഡേറ്റ് നമുക്ക് കുറേ കൂടെ അടിപൊളിയായി. ഓക്കെ, നല്ലൊരു ഗെയിമാണ്. ഓക്കെ, എല്ലാവരും കളിച്ചു നോക്ക്. ഞാൻ ഇപ്രാവശ്യം കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗിയറാണ് എടുത്തത്. മറ്റേ ആണെങ്കിൽ നമ്മൾ ഗിയർ ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ കുറേ സമയം എടുക്കും. ഓക്കെ, ഈ ഒരു ഗിയറാണ് സത്യത്തിൽ നല്ലത്. എന്നുവെച്ചാൽ മറ്റേ ഇതിൽ ഈ ഒരു ഗെയിമിലുള്ള മാനുവൽ ഗിയർ ഭയങ്കര പാടാണ് ഓടിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും മാക്സിമം ഡാമേജ് ഉണ്ടാക്കാതെ പോവാമോ. ഇപ്പം തന്നെ 92% ആയിട്ട് എന്തായാലും ഉണ്ട്. ഞാൻ എത്രയും നേരം ഓടിച്ചിട്ട് പോലും 92% ആയിട്ടുണ്ട്. ഇപ്പന്മാർ ഹോണൊന്നും അടിക്കണ്ട, അവിടെ നിന്ന് കയറി വരെയാണ്. ഈ റൂട്ട് ഭയങ്കര ഡേഞ്ചറസ്ലി ആണ്. നമുക്ക് നൈസായിട്ട് നമ്മുടെ ഇൻറ്റീരിയർ മോഡിട്ട് ഓടിക്കാം. ഇൻറ്റീരിയർ മോഡാകുമ്പോൾ വലുതായിട്ട് വണ്ടിക്ക് ഡാമേജ് ഒന്നും ഉണ്ടാകില്ല. നമുക്ക് മാക്സിമം വണ്ടിക്ക് ഡാമേജ് ഉണ്ടാക്കാതെ നോക്കണം. ഡാമേജ് ഉണ്ടാകുമ്പോൾ വണ്ടി നമുക്ക് മര്യാദയ്ക്ക് ഓടിക്കാനായിട്ടോ ഒന്നിനും തന്നെ എന്തായാലും പറ്റത്തില്ല. സാധാരണ ഒരു കുഴപ്പം. ഓക്കെ, ഓഫ് പറഞ്ഞില്ല, അപ്പം തന്നെ ഇടിച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഇതാണ് പറയലെന്നോ ഇങ്ങനത്തെ സംഭവം. നേരെ ഓടിക്കുമ്പോൾ തന്നെ വളവും കുന്തമൊക്കെ വരും. ഓക്കെ, ഈ റൂട്ടിൽ ഭയങ്കര വളവൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ്. നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പോവാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഇവന്മാരൊക്കെ കയറി പറഞ്ഞാൽ ഒരു പിടിയും തന്നില്ല. ഹോണും കാര്യങ്ങളൊക്കെ അടിക്കാം മാക്സിമം. കേട്ടോ, കംപ്ലീറ്റ് വെട്ടും തിരിവൊക്കെയാണ്. ഓക്കെ, വണ്ടിയൊന്നും നേരെ ഓടിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഈ ബസ് നല്ല രസമുള്ള ഒരു കിടിലം ബസ്സാണ്. ഓക്കെ, ഞാൻ ചെയ്തെടുത്തൊരു ബസ്സും കൂടെയാണ്. ഓക്കെ, എന്ന് പറയാം ബസ് ഞാൻ ഉണ്ടാക്കിയല്ല, പക്ഷെ ബസ്സിൻ്റെ ലിവറ് ഞാൻ ഉണ്ടാക്കിയാണ്. ഓക്കെ, ഓപ്പോ ഇവന്മാരവിടെ നിന്ന് കയറി വരെയാണ്. ഓക്കെ, കണ്ട അവിടെ നിന്ന് അങ്ങ് ചേർത്തൊക്കെയാണ് അവന്മാർ കൊണ്ടുവരണത്. ഇവന്മാരുടെ കാര്യം. വണ്ടിയുടെ ലൈഫ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമുക്ക് കുറയ്ക്കാതെ നോക്കണം. വണ്ടി ഇപ്പം നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ ഞാനൊക്കെ പോവുകയാണ്. സൈഡൊക്കെ നല്ല ഇടിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ 86% ലൈഫ് എന്തായാലും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് 200 അടിക്കുമെന്ന് തോന്നണേ. എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സ്പീഡിൽ ഞാനൊക്കെ പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ഹോണും കാര്യങ്ങളൊക്കെ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് എന്തായാലും അടിക്കുന്ന എന്തായാലും ഉണ്ട്. എൻ്റെ മോനെ, നോ 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 നോ, അയ്യോ വണ്ടി ഇടിച്ച് ഗൈസ്. എൻ്റെ അമ്പോ, നമ്മുടെ ജെറ്റ് ബസ് നോക്ക് ഗൈസ്, വണ്ടിയാകെ തകർ. എൻ്റെ മോനെ ഗൈസ്, ഇത് നിങ്ങൾ കണ്ട മറ്റേ ലോറി ആക്സിഡൻ്റ് ആയി. അതെന്തെങ്കിലും ആവട്ടെ, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അവനൊന്നും നേരെ വണ്ടി ഓടിക്കാൻ ഇറങ്ങിവിടെ. എന്നെ നേരെ വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് ഇടിച്ചിട്ട് അത്രേ ഉള്ളൂ. ഞാൻ സ്പീഡിലങ്ങ് വന്നപ്പോൾ അവന്മാരവിടെ നിന്ന് പറഞ്ഞു. ഓക്കെ, ഈ എടുത്ത വഴി ഒട്ടും കൊള്ളൂല കേട്ടോ. ഇത് ഭയങ്കര ചെറിയ റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതിലേ കൂടെ വണ്ടി ഓടിക്കാനേ ഭയങ്കര പാടാണ്. ഓക്കെ, പക്ഷെ ഇത്രയും ഇടിച്ചിട്ട് അത്യാവശ്യം നല്ല സ്പീഡ് ഓടുന്നുണ്ട്. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഓക്കെ, എന്നാലും വണ്ടി നല്ല സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ കാലം. അത്യാവശ്യം നല്ല സ്പീഡിൽ പൊക്കിക്കൊണ്ടിരുന്നതാണ് നേരത്തെ. ഹോൺ ഇത്രയ്ക്ക് അടിച്ചിട്ട് പോലും ഇവന്മാർ നേരെ വണ്ടി ഓടിക്കണം. ഒന്നിനും തന്നെ എന്തായാലും ഇല്ല. ലൈറ്റൊക്കെ അടിച്ചടിച്ചങ്ങ് പോവാം. ഓക്കെ, നമ്മുടെ ഇൻറ്റീരിയർ മോഡിട്ട് ഓടിക്കാൻ നല്ല രസമാണ്. ഓക്കെ, നല്ലൊരു ഒറിജിനാലിറ്റി
ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത വലിയൊരു ഏതാണ് ലോങ് ആയിട്ടുള്ളൊരു സംഭവം ഓപ്പണായി വരികയാണ്. അതിൻ്റെ ഒരു ഐറ്റങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ, ഇവിടെ ഏതോ കാർ ഡ്രൈവിംഗ് എന്നുള്ള ഏതോ ഒരു ഗെയിമിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേതാണ് എന്തോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നൈസാണ് നമ്മുടെ ബസ്സിൻ്റെ ഭംഗിയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രസവും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഉണ്ട്. ഒരു കിടുക്കാച്ചായിട്ടുള്ളൊരു ബസ്സും കാര്യങ്ങളൊക്കെ ആണ് ഗൈസ്. ഓക്കെ, അയ്യോ അമ്മച്ചി. ഓക്കെ, ഇതെന്താണ് ടോള് തുറക്കാത്ത? ഇതെന്ത്? എടാ തുറക്ക്. ഇതെന്താണ് തുറക്കാത്ത? എന്താന്ന് എനിക്ക് ഇറങ്ങടാ, ഒന്ന് ബാക്ക് എടുക്ക്. അതേ ഇനോവ ക്രിസ്റ്റ ഗൈസ്, നമ്മുടെ പുറകെ ഇനോവ ക്രിസ്റ്റ കൊണ്ടായിരുന്നു. അതിനെയൊക്കെ നമ്മൾ ഇടിച്ച് പരത്തി എന്നാലും ഇട്ടിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, കാരണം നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇച്ചിരി പാടാണ്. ഓക്കെ, ആ ടോൾ ഗേറ്റ് ആണെങ്കിൽ തുറക്കണമല്ലോ പണ്ടാരം. ടോൾ ഗേറ്റൊക്കെ എന്താണ്, നമ്മുടെ ജെറ്റ് ബസ്സാണെങ്കിൽ ഒരു പരുവായി, പഴയ വണ്ടി ഇടിച്ചൊക്കെ ഒരു പരുവായി. നമ്മൾ എന്താണോ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റണില്ല. എടാ എടുത്തോണ്ട് പോടേ, എടുത്തോണ്ട് പോടാ, ഫോർച്യൂണർകാരെ എടുത്തോണ്ട് പോടേ. പിന്നൊക്കെ എന്തോണടേ. ഓ അയ്യോ, ഇതെന്ത് പറ്റി? അങ്ങോട്ട് പോവാൻ പറ്റണില്ല. ഓ, പൈസ കൊടുക്കാതെ പോകാൻ പറ്റൂല. ഇതിപ്പോ എന്ത് പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോവാനും പറ്റണില്ല. അതെന്ത്? നമുക്ക് ടോള് കിടന്ന് അങ്ങോട്ട് പോകാൻ പറ്റണില്ല. ഓക്കെ, ഓ പൈസ കൊടുത്തില്ല പണ്ടാരം, എന്നാ പറഞ്ഞാൽ പോരെ. എന്തിനാടാ ഇങ്ങനെ എൻ്റെ സമയം കളഞ്ഞാ? ഇത് കഷ്ടമാണ്, ഇത് വളരെ വലിയ കഷ്ടമാണ്. കഷ്ടം. നമുക്ക് തംബ്നെയിലിൻ്റെ അതെടുക്കാം. നല്ല രസമുണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട്. പക്ഷേ രസമുണ്ട് നമ്മുടെ വണ്ടി കാണാനായിട്ട്. പക്ഷേ വണ്ടി ഫുള്ള് പൊളിഞ്ഞ് തവിട് പൊടിയായിട്ടൊക്കെ ഇരിക്കുകയല്ലോ. പിന്നെ വലിയ ഭംഗിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, നമുക്കതൊക്കെ റെഡിയാക്കി എടുക്കാം, പേടിക്കാതെ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും കുറേ ദൂരം എന്തായാലും എത്തിയിട്ട് എന്തായാലും ഗൈസ് എന്തായാലും കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ കുറേ ദൂരം ഓടി നമ്മുടെ വണ്ടിയുടെ കാര്യത്തിലൊരു തീരുമാനം നമ്മളൊരു പരിവായി ഗായ്സ്. കുറേ നേരമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണ്. ഇതുവരെയായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടേ ഇല്ല ഗൈസ്. ഓക്കെ, എന്തുകൊണ്ടാണ് എത്താത്തതെന്ന് എനിക്കൊരു പിടിയും തന്നെ ഇല്ല ഗൈസ്. ഭയങ്കര വലിയ റൂട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം വലിയൊരു ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതുവരെയായിട്ട് എന്തായാലും എത്തിയിട്ട് എന്തായാലും ഇല്ല. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 19% ആയിട്ടുണ്ട് വണ്ടിയുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ. ഈ വണ്ടി നല്ല രീതിക്ക് പോയിട്ടുണ്ട്, ഫുള്ളായിട്ട് ചളിഞ്ഞ് തവിട് പൊടിയായിട്ടുണ്ട്.
എൻ്റെ കളർ തന്നെ ഫുള്ളായിട്ട് മാറിയിട്ട് എന്തായാലും ഉണ്ട്. ഫുള്ളായിട്ടൊരു ഇതാണ്, അഴുക്കൊക്കെ പിടിച്ച് ആകെ ഫുള്ള് അലമ്പായിട്ടുണ്ട്. ഫുള്ള് വണ്ടി ഇടിച്ച് ഫുള്ള് പോയി കിടക്കുകയാണ്. വേണ്ട, വണ്ടി നേരെ ഓടണേ ഇല്ല, വേണ്ട ഫുള്ള് പോയി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ എങ്ങനെയെങ്കിലും ഓടിച്ചോടിച്ച് അതുവരെ എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇനി കുറച്ച് ദൂരം കൂടെ എന്തോ ഉള്ളൂ എന്ന് തോന്നണം. ഓക്കെ, എനിക്ക് ഇറങ്ങണേ, കുറേ നേരമായിട്ടേ ഓടിക്കുകയാണ് ഞാൻ, പിന്നെ കട്ട് ചെയ്തെടുത്താണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഓടിച്ചോണ്ടിരുന്നത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു വീഡിയോകളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ബസ്സിൻ്റെ. ഓക്കെ, അത് നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയാ? ഓക്കെ, നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി ഗൈസ്. എന്ത് പാടമുള്ള സ്ഥലമാണ്, എങ്ങനെയൊക്കെയോ ഒരു പാടോട്ട് ഗൈസ് നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തി. ഡെസ്റ്റിനേഷനിൽ കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ ഒരു പാടോട്ട് ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു ഇതാണ് ട്രിപ്പ് അങ്ങനെ ഫൈനലി അങ്ങനെ അവസാനിപ്പിച്ചേക്കാണ്. പക്ഷെ ട്രിപ്പ് അവസാനിപ്പിച്ചോടൊപ്പം തന്നെ വണ്ടി തവിട് പൊടിയായിട്ടുണ്ട്, ഫുള്ള് പോയേക്കാണ്. ഫ്രണ്ട് എന്നൊരു സാധനമില്ല, കംപ്ലീറ്റ് പൊളിഞ്ഞേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റിക്കറും എല്ലാത്തിലും നോക്കിയാൽ കംപ്ലീറ്റ്ലി അഴുക്കാണ്. നമ്മുടെ ഇന്ത്യ എന്ന് എഴുതിയ ഫുള്ളായിട്ട് ചളിയും കയറാണ്, കംപ്ലീറ്റ് ചെളിയാണ്. നമ്മുടെ ടയറൊക്കെ ഓറഞ്ചാണ്, ഫുള്ളായിട്ട് പോയി കിടക്കണം, കംപ്ലീറ്റ്ലി ചെളി പിടിച്ചാകെ പണ്ടാരടങ്ങി കിടക്കുകയാണ് കേസ് നമ്മുടെ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഇനി കംപ്ലീറ്റ്ലി നമുക്കെന്തായാലും ശരിയാക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബസ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ലിവറിയാണ്, അതിൽ ഞാൻ ഇന്ത്യ എന്ന് ഞാൻ ടെക്സ്റ്റ് ചെയ്തെടുത്ത് സെറ്റാക്കി വെച്ചാണ്. ഓക്കെ, INDIA. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എനിക്ക് എന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വണ്ടി ഫുള്ള് ഡാമേജ് ആയി. ഓക്കെ, എല്ലാ എണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും ബോധമില്ലാതെ തന്നെ ഓടിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇനി എന്തായാലും നമ്മൾ മറക്കാതെ തന്നെ എന്തായാലും ഈ ഒരു ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതാണ്. നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ മറ്റേ ഇനോവയുടെ പുറകെ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നേക്കാറ് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.